ഈ ബിഗ് ബോസ് എന്ന ഷോ മലയാളത്തിൽ മാത്രമല്ല ഉള്ളത്, ഹിന്ദിയിലുണ്ട്, തെലുങ്കിലുണ്ട്, തമിഴിലുണ്ട്, പല പല ലാംഗ്വേജസുമായിട്ട് ഉണ്ട് ബിഗ് ബോസ് എന്ന ഷോ. അത് ഇന്ത്യ മൊത്തമുള്ള ഒരു ഷോ തന്നെയാണ്. പക്ഷേ ഇതുവരെ ഒരു പെൺകുട്ടീനെ ഇങ്ങനെ അബ്യൂസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു ബിഗ് ബോസിലും. ഒരു ലാംഗ്വേജ് ബിഗ് ബോസിൽ, ഇന്ത്യയിൽ നടക്കുന്ന ബിഗ് ബോസ് ഷോസിലെ ഒറ്റ ലാംഗ്വേജിൽ പോലും ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ടും അബ്യൂസ് ചെയ്തിട്ടും അത് ചെയ്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ തന്നെ റെഡ് കാർഡ് കൊടുക്കണം, അല്ലെങ്കിൽ അപ്പൊ തന്നെ വാണിംഗ് കൊടുക്കണം. ഇവിടെ എന്തുകൊണ്ട് വാണിംഗ് കൊടുത്തില്ല? ആ ഒരു മൊമെന്റിൽ തന്നെ എന്തുകൊണ്ട് വാണിംഗ് കൊടുത്തില്ല? അനുമോളെ നെവിൻ അബ്യൂസ് ചെയ്തു, അനുമോളെ അക്ബർ അബ്യൂസ് ചെയ്തു. ഗെയിമിന്റെ ഇടയിലാണ് ചാലും അല്ലാച്ചാലും അനുമോൾ അവിടെ കരഞ്ഞത് കരച്ചിലാണെന്നുള്ളത് എത്ര പേർക്കുണ്ട് ഒപ്പീനിയൻ? മെജോറിറ്റി ഓഫ് ദ പേഴ്സൺസിന് ഉണ്ടാവും ഒപ്പീനിയൻ, അനുമോൾ അവിടെ കരഞ്ഞതാണ്, കള്ളക്കരച്ചിൽ കരഞ്ഞതാണ്. പക്ഷെ ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ആ കുട്ടിയുടെ മനസ്സിൽ ആ സമയത്ത് പോയത് എന്തായിരിക്കും എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇതുവരെ മലയാളം ബിഗ് ബോസിലല്ലാതെ വേറെ ഒരു ബിഗ് ബോസ് ഷോയിലും ഒരു പെൺകുട്ടി ഇത്രയും അബ്യൂസ് നേരിട്ടിട്ട് കമാൻ ഒരക്ഷരം ബിഗ് ബോസ് ആണെങ്കിലും അതിന്റെ ഹോസ്റ്റ് ആണെങ്കിലും പറയാതെ ഇരുന്നിട്ടേ ഇല്ല. സൽമാൻ ഖാനൊക്കെ വന്ന് രണ്ട് പൊട്ടിക്കുക ചെയ്യും, അങ്ങനെ വല്ലതും എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞു വെച്ചാൽ ബിഗ് ബോസിൽ. അത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡും അതുപോലെ വേസ്റ്റ് ആയിട്ടുള്ളൊരു ഷോയും കണ്ടസ്റ്റൻസ് അടക്കം എല്ലാവരും ഭയങ്കര തന്നെ ഭയങ്കരം. ജിസേല് മാനിപ്പുലേറ്റർ ആണ്, ജിസേല് തെറ്റ് ചെയ്തു എന്ന് അനുമോള് ചൂണ്ടിക്കാണിച്ചു. അതാ അനുമോളിനെ അപ്പൊ തന്നെ വിളിച്ച് താഴെ ഇട്ടു. അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ, നെക്സ്റ്റ് എപ്പിസോഡിൽ അനുമോള് സ്വന്തം നിലപാടിൽ ഒരു മാറ്റവും വന്നില്ല. ആ എപ്പിസോഡിൽ അനുമോളെ വിളിച്ച് താഴ്ത്തിക്ക് ഇട്ടു. ഈച്ച് ആൻഡ് എവറി എപ്പിസോഡിൽ അനുമോളെ വലിച്ചു കീറിക്കൊണ്ടിരിക്കണം. അവിടെ നിൽക്കുന്ന റിയൽ കണ്ടസ്റ്റന്റ് ആണ്, വൺ ഓഫ് ദി എന്ന് പറയാനില്ല, ദ വൺ ആൻഡ് ഓൺലി റിയൽ കണ്ടസ്റ്റന്റ് അനുമോള് മാത്രമാണെന്ന് 100% ഞാൻ ഇവിടെ വാദിക്കുന്നു. കാരണം ഫുള്ള് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് 100% അറിയാം അവിടെ നിൽക്കുന്നവരിൽ അനുമോള് മാത്രമാണ് റിയൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഇന്നത്തെ എപ്പിസോഡിൽ പോലും നെവിൻ അവിടെ പറയുകയുണ്ടായി. കുറെ ആള് തമാശകൾ പറയുന്നുണ്ട്, പക്ഷെ മോഹൻ, നമ്മുടെ ഹോസ്റ്റ് ഓഫ് ദ ഷോ, അങ്ങനെ നമുക്ക് വിളിക്കാം, ഹോസ്റ്റ് ഓഫ് ദ ഷോയ്ക്ക് ഒരു കുഴപ്പമില്ല. നെവിൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഈവൻ ഞാൻ ഐ വിൽ അബ്യൂസ് ഹെർ എഗെയിൻ അങ്ങനെ നെവിൻ പറഞ്ഞാലും ഹോസ്റ്റിന് ഒരു പ്രശ്നമില്ല. ആര് പറഞ്ഞാലും ഹോസ്റ്റിന് ഒരു പ്രശ്നമില്ല. അനുമോൾ എങ്ങനെ വലിച്ചു കീറാം അത് മാത്രം ചിന്തിച്ച് നടക്കണം അവിടെ. അനുമോൾ എന്തൊക്കെ ചെയ്തു തെറ്റ് അത് മാത്രമാണ് അവിടെ നോക്കി നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും നോക്കി നടക്കുന്നത്. നമ്മളെ കുറെ വട്ടമായി ഇവര് പൊട്ടന്മാരാക്കുന്നുണ്ട്. ഫസ്റ്റ് വീക്കിൽ ജിസേലിന്റെ കാര്യം വന്നു, സെക്കൻഡ് വീക്കിൽ ജിസേലിന്റെ കാര്യം വന്നു, ലിപ്സ്റ്റിക് ഇട്ടു, മേക്കപ്പ് ഇട്ടു, അത് പറഞ്ഞത് അനുമോൾ മാത്രമാണ് അവിടെ ചൂണ്ടിക്കാണിച്ചത്. ജിസേൽ ഒരു മോഡലാണോ എന്ന് അവള് നോക്കിയില്ല. ജിസേൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിറയെ പൈസ ഉള്ള ഒരാളാണെന്നുള്ളത് അനുമോൾ നോക്കിയില്ല. ഓക്കെ, ഒന്നും അനുമോള് നോക്കിയില്ല. അനുമോള് ഉള്ള കാര്യം മാത്രം അവിടെ തുറന്ന് വിളിച്ച് പറഞ്ഞു. ഇപ്പോഴും അനുമോൾ അതേ ഗെയിം തന്നെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ ഒരു മാറ്റവും ഇല്ല. അവിടെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഹോസ്റ്റ് ഓഫ് ദ ഷോനെ സോപ്പിടാൻ വേണ്ടി മാത്രം നിൽക്കുന്ന, അല്ലെങ്കിൽ ആള് പറയുന്നതിന് 100% ഫേവർ ചെയ്ത് മാത്രം നിൽക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഫേവർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അനുമോൾക്ക് വേറെ വഴി ഇല്ലാത്തത് കൊണ്ടാണ് അവൾ അദ്ദേഹം പറയുന്ന കാര്യത്തിനോട് ചിരിച്ചു നിൽക്കുന്നത്. അവൾക്ക് സ്വന്തം ഒപ്പീനിയൻ മാത്രമാണ് അവൾ ആ ഷോയിൽ കാണിക്കേണ്ടത്. അതാരാണിച്ചാലും അത് അവള് മുഖത്ത് നോക്കി തുറന്ന് പറയുന്നുണ്ട്. ഇതിൽ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ആദിലയുടെ നൂറിന്റെയും കാര്യമാണ്. അവര് ഏറ്റവും ചീപ്പായിട്ടുള്ള, നെവിനെക്കാട്ടിലും തരം താഴ്ന്ന ചീപ്പായിട്ടുള്ള ഗെയിമാണ് ആദിലയും നൂറയും കാണിക്കുന്നത്. നെവിൻ അറ്റ്ലീസ്റ്റ് ഉള്ള കാര്യം പുറത്തെങ്കിലും കാണിക്കുന്നുണ്ട്, പക്ഷെ ആദില നൂറ ബാക്ക് കൂടെയാണിത്. അനുമോള് പുറത്തേക്ക് വന്നാൽ അവൾക്ക് മനസ്സിലാവുമായിരിക്കുന്നത്. ആദിലയും നൂറയും അനുമോൾ ഇല്ലാത്ത സമയത്ത് അവളെ കുറ്റം പറഞ്ഞ് അനുമോൾ ഉള്ള സമയത്ത് മാക്സിമം അവളെ സോപ്പിട്ടിട്ടും, അതേപോലെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അനുമോളെ തഴയും. വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളെ തഴയും. ആ പെൺകുട്ടിക്ക് അവിടെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണോ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചുകൂടെ അവൾക്ക് അവിടെ? അതാണ് നമുക്ക് വേണ്ടത്. ഒറ്റയ്ക്ക് അനുമോൾ അവിടെ നിന്ന് കളിക്കണം. അതൊന്ന് ആ കുട്ടിക്ക് ഒന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മനുഷ്യത്വവും കുറച്ച് മനുഷ്യന്മാരോട് കുറച്ച് സ്നേഹവും കടപ്പാടും കാര്യങ്ങളും ഉള്ള ഒരു കുട്ടിയായത് കാരണം കൊണ്ട് അവൾക്ക് അവിടെ അങ്ങനെ നിൽക്കേണ്ടി വരുന്നു. ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ഇവൾക്ക് അറിയുന്നില്ല ഈ ആദിലയും നൂറയും ഇവളെ പിന്നിൽ നിന്ന് ബാക്ക് സ്റ്റാബ് ചെയ്യാൻ അനുമോൾ അറിയുന്നില്ല. ഭയങ്കര ചീപ്പ് ഗെയിമായി പോയി. എന്തായാലും ഈ വട്ടത്തെ ഒറ്റ ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റൻസ് ആ ഒരു ഷോനകത്ത് ഒറ്റ ആളില്ല. പിന്നെയും ബെറ്റർ, അനുമോളെ കഴിഞ്ഞാൽ പിന്നെ ബെറ്റർ എന്ന് പറയാനുള്ളത് ആര്യ മാത്രമാണ്. ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം, വായിന്ന് വീഴേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോറി എന്നാണ്. ആ ഒരു കാര്യം ഇത്ര നേരമായിട്ട് അക്ബർ പറഞ്ഞിട്ടില്ല. അത് മോഹൻലാലിന്റെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ അറ്റ്ലീസ്റ്റ് ദ ഹോസ്റ്റ് ഓഫ് ദ ഷോ എങ്കിലും പറയേണ്ടതായിരുന്നു. അക്ബർ, യു ഹാവ് ടു ടെൽ ഹെർ സോറി. അത് ഹോസ്റ്റ് എങ്കിലും പറയേണ്ടതായിരുന്നു. അക്ബറിന് ആ ഒരു ഈ കുറ്റവാളി, നമ്മുടെ ചുറ്റുഷ്ടം പോലെ കുറ്റവാളികൾ ഉണ്ടാവും. കുറ്റവാളികൾ തെറ്റ് അംഗീകരിക്കില്ല ഒരിക്കലും. നമ്മളാണ് അവരെ നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് അംഗീകരിക്കേണ്ടത്. പോലീസുകാരും കോടതിയുമാണ് നീ ചെയ്തത് തെറ്റാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി സോറി പറയിപ്പിക്കണം. ശിക്ഷ നടപ്പിലാക്കേണ്ട
ആൾക്കാരാണ് ഇവിടെ കുറ്റം ചെയ്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഫെയർ ആയിട്ടുള്ള കാര്യമാണോ? ഇതൊക്കെ നിങ്ങളുടെ എത്തിക്സിനെ പറ്റിയിട്ടുള്ള ഒരു ഷോന്റെ എത്തിക്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണോ? അത് നിങ്ങളുടെ എത്തിക്സ് ആദ്യം മീറ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് ഷോ മുന്നോട്ട് കൊണ്ടുപോകും. ഇതുവരെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വെറും മണ്ടന്മാരും പൊട്ടന്മാരും ആക്കുന്ന ആ ഒരു നെവിൻ ആൻഡ് അക്ബർ എന്ന് പറഞ്ഞ 2 കണ്ടസ്റ്റൻസ് വെറും വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്. അവരാണ് നമ്മുടെ നാട്ടിലെ അബ്യൂസേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന 2 ആൾക്കാർ ഓഫ് ദ ബിഗ് ബോസ് ഷോ. ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയാനില്ല. വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻ, നമ്മുടെ ഹോസ്റ്റ് ഓഫ് ദ ഷോ, ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഹി ഈസ് നോട്ട് അറ്റ് ഓൾ സ്യൂട്ടബിൾ ഫോർ ദിസ് പൊസിഷൻ. ഹി ഹാസ് ടു ബി ചേഞ്ച്ഡ്. വേറെ എത്ര മലയാളം ആക്ടേഴ്സ് ഉണ്ട്, ആർക്കെങ്കിലും ആക്കിക്കൂടെ ഹോസ്റ്റായിട്ട് ഇത്തിരി എത്തിക്സ് ഉള്ള ഒരാളെ? ഹി കാൺ ഡു ദിസ്. ഇത് കഴിഞ്ഞ സീസണിലും ഇത് 100 വട്ടം പറഞ്ഞതാണ്. ഹി കാൺ ഡു ദ ഷോ, ജസ്റ്റ് ചേഞ്ച് ഹിം. ബിഗ് ബോസ് ഷോയിലെ ഹോസ്റ്റിന്റെ അടുത്ത് മൊത്തം ക്രൂ മെമ്പേഴ്സിനോടാണ് പറയുന്നത്, ജസ്റ്റ് ചേഞ്ച് ഹിം. ഒരു തരത്തിലുള്ള നിലപാടും കാര്യങ്ങളും ഇല്ലാത്ത ആൾക്കാരെ എന്തുകൊണ്ട് ഹോസ്റ്റാക്കി മാറ്റുന്നു? ഇത് കുഞ്ഞു കുട്ടികൾ വരെ കാണുന്ന ഷോയാണ്. ഈ അക്ബറും നെവിനും ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഈ കുഞ്ഞു കുട്ടികൾ കണ്ടിട്ട് അത് ശരിയാണ് എന്നുള്ളത് അവർ വിചാരിച്ച് അവരുടെ സ്കൂളിലാണ് വെച്ചാൽ അവർ ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത് റിഫ്ലക്ട് ചെയ്യും അവരുടെ സ്വഭാവത്തിൽ. അവർ പിറ്റേ ദിവസം തൊട്ടിട്ട് അവർ ഈ തരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കാൻ തുടങ്ങും. ആൻഡ് ദേ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഫൈൻ. ഇതൊക്കെ ചെയ്യുന്നത് ഫൈൻ ആണെന്നുള്ളത് അവർ വിചാരിക്കും. എന്നിട്ട് അവരും അത് ചെയ്യാൻ തുടങ്ങും. ഈ ഹോസ്റ്റ് ഓഫ് ദ ഷോ തന്നെയല്ലേ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത്? കുട്ടികൾ കാണുന്ന ഷോയാണിത്, കുട്ടികളും മുതിർന്നവരും കാണുന്ന ഷോയാണിത്. നാഴികയ്ക്ക് 40 വട്ടമല്ലേ ഹോസ്റ്റ് ഓഫ് ദ ഷോ പറയുന്നത് ഇരുന്നിട്ട്? എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് അബ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, അബ്യൂസേഴ്സിനെ സഹായിക്കുക. വാട്ട് ഹി ഈസ് ഡൂയിങ്? ഡസ് ഹി ഈവൻ നോ വാട്ട് ഹി ഈസ് ഡൂയിങ്? എനിവേ, ഐ സ്റ്റോപ്ഡ് വാച്ചിങ് ദ ഷോ. ഇന്ന് തൊട്ടിട്ട് ഷോ വാച്ച് ചെയ്യൽ നിർത്തി. ആ നെവിൻ എന്ന് പറയുന്ന ആൾ അതിനകത്ത് ഉള്ളിടത്തോളം കാലം ഇനി നമുക്ക് ഷോ കാണാൻ തീരെ താല്പര്യമില്ല. ഷോ വാച്ച് ചെയ്യൽ നമ്മൾ ഇന്നത്തോടെ നിർത്തി.